റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. വളരെ അടുപ്പത്തിലായ, അത്രത്തോളം അസൂയ പൂണ്ടുപോകുന്ന സൗഹാർദ്ദം ആ മൂവർക്കിടയിൽ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിങ്ങളുടെ ആകമാന ഖലീഫയായിട്ട് ബഹുമാനപ്പെട്ട ഷഹമുൽ ഹിമാം ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഭരണം ഏറ്റെടുത്തു. നീതിയിലധിഷ്ഠിതമായ ഒരു ഭരണം, ജനങ്ങളൊക്കെ അസൂയ പൂണ്ട് നോക്കുന്ന, ചരിത്രകാരന്മാരൊക്കെ വളരെ അപൂർവമായ ഒരു ഖലീഫയാണ്, നീതി ജീവിതത്തിൽ കൊണ്ടു നടന്ന വലിയ മഹാനാണെന്നൊക്കെ വാഴ്ത്തിപ്പാടിയ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ വഫാത്തിനെ സംബന്ധിച്ചൊക്കെ കഥയിലും ചരിത്രങ്ങളിലൊക്കെ നമുക്കറിയാൻ പറ്റും. സുബഹിക്ക് ജനങ്ങളുടെ ഖലീഫ ഇമാമുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പോയിട്ട് വളരെ ഖുശൂ ഉള്ള രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് ഇമാമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ തൊട്ടു പിറകിലുണ്ടായിരുന്ന അബൂ ലുഅ്ലുഅ എന്ന് പറയുന്നൊരു മജൂസി, ആ ദുഷ്ടൻ, ആ വഞ്ചകൻ തൻ്റെ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഖഡാരയെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ കുത്തുകയുണ്ടായി. അങ്ങനെ ആ മജൂസിയായ മനുഷ്യൻ ഓടിപ്പോയി പിന്നീട് പിടിക്കപ്പെടുന്നൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് താൻ വഫാത്താവുകയാണ്, താൻ തൻ്റെ ഹബീബിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്, തൻ്റെ ഹബീബിൻ്റെ അടുക്കിലേക്ക് താൻ മടങ്ങുകയാണ് എന്നുള്ള ബോധ്യം തനിക്ക് വന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെയും ഷഫീഉനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അടുക്കൽ താൻ മറവ് ചെയ്യപ്പെടണമെന്ന് വല്ലാണ്ട് ആഗ്രഹിച്ചു. തൻ്റെ രണ്ട് ഉറ്റ സുഹൃത്തുക്കളായ ഷഫീഉനാ ത്വാഹ തങ്ങളുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ തങ്ങളുടെയും അടുക്കൽ തനിക്ക് മറവിട്ട് കിടക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള വിവരം ചുറ്റുമുള്ളവരെ അറിയിച്ചു. അങ്ങനെ തൻ്റെ മകനായ അബ്ദുള്ള തങ്ങളെ മഹദിയായ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറവിട്ട് കിടക്കുന്നതും അബൂബക്കർ തങ്ങൾ മറവിട്ട് കിടക്കുന്നതും ആയിഷ ബീവിയുടെ വീട്ടിലാണ്. അതുകൊണ്ട് ആയിഷ ബീവിയുടെ സമ്മതം വാങ്ങണമല്ലോ. അബ്ദുള്ള തങ്ങൾ, ഉമർ തങ്ങൾ പറഞ്ഞയച്ചു. എന്തിനാണ്? തൻ്റെ രണ്ട് ഉറ്റ സുഹൃത്തുക്കളായ രണ്ടുപേരുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ തനിക്കും കിടക്കണം. ദുനിയാവിൽ തൻ്റെ ഈ ഒരു കൂട്ടുകാരായിട്ടുള്ള ആളുകളുടെ അടുക്കൽ തന്നെ ആഖിറത്തിലും തനിക്ക്, അല്ലെങ്കിൽ ബർസഖിയായ ജീവിതത്തിലും ഖബർ ജീവിതത്തിലും തനിക്ക് കൂട്ടുകിടക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ അബ്ദുള്ള തങ്ങൾ മഹദിയായിട്ടുള്ള ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോയിട്ട് മഹദി അവറുകൾക്ക് സലാം പറയുന്നുണ്ട്. മഹദി അവറുകൾ അകത്തേക്ക് കടന്നു വരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അബ്ദുള്ള തങ്ങൾ മഹദിയോട് പറയുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മഹദിയെ അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് അങ്ങനെ പറഞ്ഞതിന് ശേഷം അബ്ദുള്ള തങ്ങൾ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഉപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് തൻ്റെ ഉറ്റ കൂട്ടുകാരുടെ സവിധത്ത് മറവിട്ട് കിടക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് ബോധിപ്പിച്ചു. ഈ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ആഗ്രഹത്തോട് യോജിക്കുന്ന രൂപത്തിൽ ആയിഷ ബീവി മറുപടി പറഞ്ഞു. ആയിഷ ബീവി വളരെ ആഗ്രഹിച്ചിട്ടുണ്ട് തൻ്റെ ഭർത്താവിൻ്റെയും തൻ്റെ ഉപ്പയുടെയും കൂടെ മറവിട്ട് കിടക്കണമെന്ന്. പക്ഷേ ഉറ്റ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ആഗ്രഹത്തെ മഹദി അവർക്ക് മാറ്റി എന്ന ചരിത്രം പറയുന്നത്, അവർക്ക് വേണ്ടിയിട്ട് തൻ്റെ ആഗ്രഹത്തെ മാറ്റിവെച്ചു. അങ്ങനെ മഹദി അവറുകൾ തൻ്റെ ഭർത്താവിൻ്റെയും തൻ്റെ മഹാനായിട്ടുള്ള തൻ്റെ പിതാവിൻ്റെയും അടുക്കൽ മറവ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തെ ഈ ഉറ്റ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ ഒരു വലിയ സൗഹാർദ്ദ ബന്ധം ഇവിടെ ഈ ഖബർ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്നുള്ള രൂപത്തിലേക്ക് മഹദി അവറുകൾ ഉമർ തങ്ങൾക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അവർ. ആ ഉറ്റ സുഹൃത്തുക്കൾ എത്രത്തോളം ഒന്നിച്ചിരിക്കണമെന്നും ഒന്നിച്ചു കിടക്കണമെന്നും ആഗ്രഹിച്ചു എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ആയിഷ ബേബി തനിക്ക് വേണ്ടി ആഗ്രഹിച്ച സ്ഥലം വിട്ടുകൊടുത്തു എന്നാണ്. ആ ഒരു വിട്ടുവീഴ്ച, ആ ഒരു വിട്ടുകൊടുക്കൽ, അത് സ്നേഹത്തിൻ്റെ കൂട്ടുകെട്ടിൻ്റെ അങ്ങേയറ്റം മനസ്സിലാക്കിയത് കൊണ്ടാണ്. അള്ളാഹു അവരുടെ എല്ലാം ഫضل കൊണ്ട് നമ്മളെ വിജയിപ്പിക്കട്ടെ.